ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിഷ് കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ മീനൊക്കെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിവിടെ പ്രാച്ചി എന്നാട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ കേട്ടോ. എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. മീൻ മുളകിട്ടെടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഞാനിത് നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളി അരിഞ്ഞതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരു സ്പൂണ് കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതാ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഉള്ളി ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ മീൻ കറി വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടി കൂടെ ഇതിൽ ചേർക്കാറുണ്ട്, മുളകിടുന്ന സമയത്തായാലും. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല. ഇനി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയത് കൊണ്ട് തന്നെ മസാലകളൊക്കെ പെട്ടെന്ന് അതിൽ പിടിച്ചോളും. അപ്പം മസാലയൊക്കെ നല്ല പോലെ ഉള്ളിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പുളി പിഴിയാത്തത് കൊണ്ടിട്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉള്ളിയെല്ലാം കട്ട കുത്തിയതുപോലെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാനിത് ഇളക്കി നോക്കിയപ്പോൾ വെള്ളം കുറവ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീനിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ മുങ്ങിക്കിടന്ന് വേവേണ്ടതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഈ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഇതിന് ഉപ്പ് പാകമുണ്ടോ എന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിതിലേക്ക് പുളി പിഴിഞ്ഞ് ചേർക്കുന്നില്ല എന്ന്. ഞാനിതാ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഇന്നത്തെ കറി ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഈ കറി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊരു അടുപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഫിഷൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് പുഴമീനാണ് കേട്ടോ. പുഴമീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതാ എല്ലാ ഫിഷും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. കറി ഇളക്കി കൊടുക്കുന്ന സമയത്ത് മീൻ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് കറി വെക്കുകയാണെങ്കിലും അതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാറുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറഞ്ഞ സമയം വേവിച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയമാകുമ്പോഴേക്കും മീനൊക്കെ ഉടഞ്ഞു പോവും. അപ്പം ഞാനിതാ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഈ കറി. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.